ഇനിയും പഴയ പോലെ തന്നെയാണ് എയർപോർട്ടിലേക്ക് എത്താൻ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് യാത്ര അത്ര സുഖകരമായിരിക്കണമെന്നില്ല. കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം, കണ്ണൂർ, ഇന്ത്യയിലെ ഏത് എയർപോർട്ട് തന്നെ ആയിക്കൊള്ളട്ടെ, ഇനിയുള്ള ദിവസങ്ങളിൽ നേരത്തെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്ലൈറ്റ് യാത്രയെ ബാധിക്കും. കാര്യം വേറെയൊന്നുമല്ല, ഇൻഡിപെൻഡൻസ് ഡേയെ തുടർന്ന് എയർപോർട്ടിലെ സെക്യൂരിറ്റി പരിശോധനകൾ കൂടുതൽ കർശനമായിരിക്കും. സോ സെക്യൂരിറ്റി ക്ലിയറൻസിന് വേണ്ടി നീണ്ടൊരു ക്യൂ തന്നെ പ്രതീക്ഷിക്കാം. പാസഞ്ചർ ആണെങ്കിലും എയർപോർട്ടിലെ സ്റ്റാഫ് ആണെങ്കിൽ പോലും സെക്യൂരിറ്റി പരിശോധനകൾ കൂടുതൽ കർശനമായിരിക്കും. ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ കൂടുതൽ VVIP മൂവ്മെന്റ്സ് ഉള്ളതിനാലും കൂടുതൽ സമ്മേളനങ്ങൾ നടക്കുന്നതിനാലും ഭീകരാക്രമണ സാധ്യത തള്ളിക്കളയാനാവില്ല. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ എന്നീ ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങൾക്ക് പുറമെ VVIP മൂവ്മെന്റ്സ്, പ്രത്യേക സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ട ദിവസങ്ങൾ, മുൻകാല ചരിത്ര ദുരന്ത ദിനങ്ങൾ, പുൽവാമ ആക്രമണം, മുംബൈ ഭീകരാക്രമണം എന്നീ ദിവസങ്ങളിലെല്ലാം ഓരോ എയർപോർട്ടിന്റെയും ലെവൽ ഓഫ് ത്രെട്ട് അനുസരിച്ച് സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമായിരിക്കും. സോ ഇത്തരം ദിവസങ്ങളിൽ എയർലൈൻ നേരത്തെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യാനും കഴിയുന്നത്ര തിരക്ക് കുറയ്ക്കാനും ശ്രമിക്കാറുണ്ട്. ഇതിനു പുറമെ ഈ ദിവസങ്ങളിൽ SLPC നിർബന്ധമായിരിക്കും. എന്താണ് SLPC എന്നറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ എന്താണ് SLPC എന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു.